ഒരു ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് കഴിഞ്ഞ ശേഷമുള്ള എൻ്റെ മേശയുടെ അവസ്ഥയാണിത്. ലോകത്തുള്ള എല്ലാ കളേഴ്സും മേശപ്പുറത്തുണ്ട്. ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓയിൽ പാസ്റ്റൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അല്ല, ഓയിൽ പാസ്റ്റൽ പെയിൻറ്റിംഗ് അല്ല, നമ്മൾ ഡ്രൈ മീഡിയത്തിനൊന്നും പെയിൻറ്റിംഗ് എന്ന് പറയില്ല കേട്ടോ. ഡ്രൈ മീഡിയം ഒക്കെ വെച്ച് ചെയ്യുന്നതിന് നമ്മൾ ഡ്രോയിങ് എന്ന് പറയുക. വെറ്റ് മീഡിയത്തിനെയാണ് നമ്മൾ പെയിൻറ്റിംഗ് എന്ന് പറയുക. അതായത് വാട്ടർ കളർ, ആക്രിലിക്, അതുപോലെ ഗുവാഷിനൊക്കെയാണ് നമ്മൾ പെയിൻറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് ആണ്. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയും, അത് ഇഗ്നോർ ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് ബ്രിസ്റ്റോൻ്റെ മിക്സ്ഡ് മീഡിയ ആർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു 250 GSM ആണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആക്രിലിക് പെയിൻറ്റിങ് അതുപോലെ ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു മിക്സ് മീഡിയ പേപ്പർ ഓയിൽ പാസ്റ്റലിന് വേണ്ടി മാത്രമാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഓയിൽ പാസ്റ്റൽ ഡോംസിൻ്റെ ഒരു സെറ്റാണ്. അതിൽ ഓൾമോസ്റ്റ് 25 ഷെയ്ഡ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്ന 2 സ്വാനാണ് വരയ്ക്കുന്നത്. ചെറിയൊരു ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിൻ എലമെൻറ്റ് 2 സ്വാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് വെള്ളം മാത്രമാണ് നമ്മളിന്ന് ഈ ഒരു ഡ്രോയിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഔട്ട്ലൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറയിലൊന്ന് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടിയാണ് കുറച്ച് ഡാർക്കൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിൽ ഞാൻ യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ സൺസെറ്റിലൊക്കെ വരയ്ക്കുന്ന, സ്കൈ ഒക്കെ വരയ്ക്കുന്ന കൂടുതൽ അങ്ങനത്തെ റിലേറ്റഡ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഓറഞ്ച്, യെല്ലോ, അതുപോലെ ബ്രൗൺ ഷെയ്ഡുകളൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സെറ്റിൽ അങ്ങനെ ഏതൊക്കെ ഓറഞ്ചും യെല്ലോവും ഷെയ്ഡൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ കളർ എടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ 2-3 ഷെയ്ഡ് ബ്രൗൺ കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ബേൺ ടംബർ, അതുപോലെ ബേൺ സേന എന്ന് പറഞ്ഞാൽ 1-2 ബ്രൗൺ ഷെയ്ഡ്സും കൂടെ ഞാനതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ടിലുള്ള വെള്ളമാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ ഓയിൽ പേസ്റ്റലിൻ്റെ ഒരു സ്വഭാവം പറയാൻ നമ്മളിങ്ങനെ കളേഴ്സ് ഫില്ല് ചെയ്താലും പിന്നെ ഒരു ബ്ലെൻഡിങ് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്താൽ മാത്രമാണ്, ആ ഒരു പ്രൊസീജിയറും കൂടെ ചെയ്താൽ മാത്രം ഓയിൽ പാസ്റ്റൽസ് കൂടുതലും കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എനിക്ക് പൊതുവേ ഓയിൽ പാസ്റ്റലിനോട് ഇഷ്ടമില്ലാത്തൊരു പോർഷനാണ് ഈ ബ്ലെൻഡിങ് പരിപാടി. മിക്കവർക്കും അത് കുറച്ച് ഇഷ്ടമായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാരും ഓയിൽ പാസ്റ്റലിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ എന്നെ ഒന്ന് പുറകോട്ട് വലിക്കുന്നത് ഈ ഒരു ബ്ലെൻഡിങ് രീതിയാണ്. മിക്കവരും നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും, ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതൊക്കെ കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഒന്നില്ലെങ്കിൽ നമ്മുടെ ടിപ്സ് അല്ലെങ്കിൽ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ടൊക്കെ ആയിരിക്കും കൂടുതൽ ബ്ലെൻഡ് ചെയ്യുക. ചില സമയത്ത് ഞാൻ ഈ സെറ്റിൽ കിട്ടുന്ന ഒരു വൈറ്റ് പാസ്റ്റലും കൂടെ നമുക്ക് സെറ്റിൽ കിട്ടും. അത് വെച്ചിട്ടായിരിക്കും പിന്നീട് ഞാൻ കൂടുതൽ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണും, സണ്ണിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ കാണും. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാനൊരു വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് ബാക്കി കളേഴ്സൊക്കെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ റാൻഡമിലി ഞാൻ ഈ ഓറഞ്ച് ഷെയ്ഡും യെല്ലോ ഷെയ്ഡും അതുപോലെ ബ്രൗണും റെഡും എല്ലാം കൂടെ അവിടെ ഇവിടെയും കുറേ വര പോലെ അങ്ങ് വരച്ച് വിടുവാണ്. കാരണം ആ ഒരു ലേക്കിൻ്റെ ആ ഒരു വേവ്സ് അല്ല, ആ വേവ്സ് തന്നെ പറയാമല്ലോ, അത് വെച്ച് ആ ഒരു ഫീലിംഗ് തോന്നിക്കാൻ വേണ്ടി അങ്ങനെ വര പോലെ വരച്ചിടുവാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ പേപ്പർ സ്റ്റമ്പൊക്കെ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ സ്വാനിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു വേവ്സിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ റിപ്പിൾസ് കുറച്ചും കൂടെ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റിപ്പിൾസിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ടായിട്ടാണ് പിന്നെ ഞാൻ ആ ഓയിൽ പാസ്റ്റൽ വെച്ചിട്ട് ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ വൺസ് ബ്ലെൻഡിങ് കഴിയുമ്പോൾ ആ ഒരു ചെറിയ റിപ്പിൾസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ വെള്ളത്തിൽ. അപ്പോൾ ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ആ സെയിം ഷെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഡ്രോയിങ്ങിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡും കൂടെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഈ സ്വാനിൻ്റെ റിഫ്ലക്ഷൻ വരയ്ക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് വയലറ്റും ഒരു തരം ലൈറ്റ് വയലറ്റും കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിപ്പിൾസിൻ്റെ കൂടെ തന്നെ ഈ സ്വാനിൻ്റെ ഷെയ്ഡും കൂടെ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വരച്ച് പോവുകയാണ്, അതിന് ശേഷമാണ് ബ്ലെൻഡിങ് ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ ചിലപ്പോൾ പെൻസിലല്ല പേപ്പറിൻ്റെ സ്റ്റമ്പ് വെച്ച് ബ്ലെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വൈറ്റ് ഓയിൽ പാസ്റ്റൽ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യും കേട്ടോ. അതിന് ശേഷമാണ് താഴത്തെ ആ ഒരു ലേക്കിൻ്റെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും അതിൻ്റെ കൂടെ ഒരു ഗ്രേയും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ആണ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. എനിക്ക് ആ ഒരു പരിപാടി കുറച്ച് മടിയായതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പാസ്റ്റൽ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമുക്ക് ആ ലേക്കിൻ്റെ ബാക്കി സൈഡും കംപ്ലീറ്റ് ചെയ്യാം.
ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വാനിൻ്റെ ഭാഗം പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ ആ ഒരു നോർമൽ നമ്മൾ കാണുന്ന ഒരു വെള്ള കളറിലായിരിക്കില്ല ഈ ഒരു സൺസെറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്വാനിനെ കാണുമ്പോൾ ചെറിയൊരു യെല്ലോയിഷ് ടിൻ്റൊക്കെ സ്വാനിൻ്റെ ഫെതേഴ്സിലും ബോഡിയിലൊക്കെ കാണും. അപ്പോൾ അതിന് വേണ്ടി ലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ചെറിയൊരു യെല്ലോയിഷ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ബാക്കി ഭാഗത്താണ് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഗ്രേ ഷെയ്ഡും അതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ വെച്ചിട്ട് ഷാഡോ വീഴുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി വൈറ്റ് പാസ്റ്റൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ചെറിയ ഏരിയയിൽ ഓയിൽ പാസ്റ്റൽ വെച്ച് തന്നെ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ പെൻസിൽ വെച്ചിട്ടായാലും ഇതിൻ്റെ ബോർഡേഴ്സും അതിൻ്റെ ഔട്ട്ലൈനും ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഓയിൽ പാസ്റ്റൽ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ഏരിയയിൽ ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇതിലൊരു നല്ല ക്വാളിറ്റി കളർ പെൻസിൽസ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്വാനിൻ്റെ ബീക്കാണ് വരയ്ക്കുന്നത്. ബീക്ക് എന്തായാലും ചെറിയൊരു പോർഷനാണ്. എനിക്ക് ഓയിൽ പാസ്റ്റൽ കൊണ്ട് വരയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ ഫേബർ കാസ്റ്റലിൻ്റെ പോളിക്രോമോസ് പെൻസിൽസാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ചുണ്ടിന് ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് നോർമൽ കളർ പെൻസിൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുമാതിരി ബ്രാൻഡഡ് ആയിട്ടുള്ള പോളിക്രോമോസും യൂസ് ചെയ്യാം. ഈ ഓയിൽ പാസ്റ്റലിന് തന്നെ പെൻസിൽ രൂപത്തിൽ മേടിക്കാൻ കിട്ടുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പെൻസിൽ പോലെ നമുക്ക് ചെത്തി ഷാർപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽ പാസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പെൻസിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഓയിൽ പാസ്റ്റൽസ് വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കുട്ടി ഡ്രോയിങ് ആണ് കേട്ടോ. ഈ വൺസ് ഓയിൽ പാസ്റ്റൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മാസ്കിംഗ് ടേപ്പ് പോരുന്നത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. എനിക്ക് ഓയിൽ പാസ്റ്റൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഈ മാസ്കിംഗ് ടേപ്പ് പോരുമ്പോൾ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. വാട്ടർ കളർ ചെയ്യുമ്പോൾ ഞാൻ പേടിച്ചാണ് വലിച്ച് പറിച്ചെടുക്കുക. കാരണം ചിലപ്പോൾ ഓൾറെഡി നമ്മുടെ പേപ്പർ അത്രയും നനഞ്ഞ് കുതിർന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മാസ്കിംഗ് ടേപ്പിൻ്റെ കൂടെ നമ്മുടെ ആ വാട്ടർ കളർ പേപ്പറും കൂടെ ചേർന്ന് പോരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ വാട്ടർ കളേഴ്സ് ഫുള്ളായി ഉണങ്ങി കഴിഞ്ഞ ശേഷം മാത്രം ഈ മാസ്കിംഗ് ടേപ്പ് വലിച്ച് പറിച്ചെടുക്കുക, അല്ലെങ്കിൽ പേപ്പറും കൂടെ പോരും. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഒരു ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് കഴിഞ്ഞ ശേഷമുള്ള എൻ്റെ മേശയുടെ അവസ്ഥയാണിത്. ലോകത്തുള്ള എല്ലാ കളേഴ്സും മേശപ്പുറത്തുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഫൈനൽ ലുക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രാൻഡുള്ള ഓയിൽ പാസ്റ്റലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ മെയിൽ വഴി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.